ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിനെയാണ് GCC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് GCC കൺട്രീസ് ഏതൊക്കെയാണെന്നാണ്. 6 കൺട്രീസിനെയാണ് GCC കൺട്രീസ് എന്ന് പറയുന്നത്. ഞാനിവിടെ 6 പേര് എഴുതിയിട്ടുണ്ട്. UAE, KOB, KSA, SOM, SOQ, SOK. ഇതതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതേപോലെ തന്നെ ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്. ഈ 6 രാജ്യങ്ങൾ ചേർന്നതിനെയാണ് GCC കൺട്രീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 6 രാജ്യങ്ങളാണ് GCC കൺട്രീസ്. 6 കൺട്രീസിനും ഓരോരോ എമിറേറ്റ്സ് ഉണ്ടായിരിക്കും. എക്സാമ്പിളായിട്ട് നമ്മൾ ആദ്യം എഴുതിയ UAE എന്ന് പറയുന്ന GCC കൺട്രിക്ക് ഒരുപാട് ടൈപ്പ് എമിറേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ UAEയുടെ എമിറേറ്റ്സ് എന്ന് പറയുന്നത് അബുദാബി, ഫുജൈറ, ഉമ്മൽ ഖുവൈൻ, അജ്മാൻ, റാസൽ ഖൈമ, ദുബായ്, ഷാർജ. 7 എമിറേറ്റ്സ് ആണ് UAEക്കകത്ത് വരുന്നത്. അപ്പോൾ GCC ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം? 3 ഗ്രൂപ്പായിട്ട് നമുക്ക് തരംതിരിക്കാം. ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ, ഇൻട്രാ GCC ട്രാൻസാക്ഷൻ, ഔട്ട്സൈഡ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ദുബായും അജ്മാനും തമ്മിൽ നടത്തുന്നു? ട്രാൻസാക്ഷൻ ചെയ്യുന്നു. ദുബായിൽ നിന്നും അജ്മാനിലോട്ട് ചെയ്യുന്നു? സാധനം പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ദുബായും അജ്മാനും എവിടെയാണുള്ളത്? നമ്മളുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ദുബായും അജ്മാനും UAEയുടെ ഉള്ളിലാണുള്ളത്. അതായത് UAE എന്ന് പറയുന്ന ഒരു GCC കൺട്രിയുടെ ഉള്ളിലുള്ള എമിറേറ്റ്സ് തമ്മിലാണ് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതായത് GCC കൺട്രിക്കുള്ളിലാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയും? ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ എന്ന് നമ്മൾ പറയും. ഇൻട്രാ GCC ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ദുബായിൽ നിന്നും നടത്തുന്നു? സൗദി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നു. എക്സാമ്പിളായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ദുബായ് എന്ന് പറയുന്നത് നമുക്കറിയാം UAEയുടെ ഉള്ളിലാണ്, UAEയിലാണ് ദുബായ്. പക്ഷേ സൗദി എന്ന് പറയുന്നത് എന്താണ്? സൗദി എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്, മറ്റൊരു GCC കൺട്രിയാണ്. 2 സ്ഥലത്തും തന്നെയാണ്? GCC വാറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 2 കൺട്രിയാണ്. അപ്പോൾ GCC ആപ്ലിക്കബിൾ ആയിട്ടുള്ള 2 കൺട്രീസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻട്രാ GCC എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഔട്ട്സൈഡ് നമുക്കറിയാം. ഇപ്പോൾ ദുബായിൽ നിന്നും നടത്തുന്നു? ഇന്ത്യയിലോട്ട് കുറച്ച് സാധനങ്ങൾ കയറ്റി വിടുന്നു, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദുബായ് എന്ന് പറയുന്നത് ഒരു GCC കൺട്രിയാണ്. പക്ഷേ ഇന്ത്യ GCC കൺട്രി അല്ല. ഇന്ത്യയിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇന്ത്യയിൽ GST ആണ് ടാക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ GSTയും അതേപോലെ തന്നെ ദുബായ് എന്ന് പറയുന്നത് വാറ്റും. അപ്പോൾ അത് എന്തായിട്ട് നമുക്ക് പരിഗണിക്കാം? ഒരു ഔട്ട്സൈഡ് GCC ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാം.